കിഡ്സ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സും കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ഒരുപാട് നല്ല ഫീഡ്ബാക്സ് ഒക്കെ വരാറുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ടിപ്സുകളും കിച്ചൺ ടിപ്സുകളും ബ്യൂട്ടി ടിപ്സുകളും ഒക്കെയാണ് ഞാൻ ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വെറും 3 ചേരുവകൾ ചേർത്തുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാൽപ്പാടയാണ്. പാൽപ്പാട ഇതുപോലെ നന്നായിട്ട് പാൽ തിളപ്പിച്ച് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കളക്ട് ചെയ്തെടുത്ത് വെക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ഈ പാൽപ്പാട എടുത്തിട്ട് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതിയാകും. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ്. നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ അതാ പാൽപ്പാട ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കിടെ എല്ലാം വീട്ടിലുള്ള കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. അപ്പം സാധാ കാപ്പിപ്പൊടിയാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയല്ല ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, നോർമൽ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഞാനിത് വീട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്തായാലും നമുക്ക് കാപ്പിപ്പൊടി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരു കുറച്ച് എത്രമാത്രം പാൽപ്പാടയുണ്ടോ അതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ കാപ്പിപ്പൊടിയും പാൽപ്പാടയും കൂടെ നല്ല ഹെൽപ്പാണ് കേട്ടോ നമ്മളുടെ ശരീരത്തിന് ചെയ്യുന്നത്. കളറില്ലാത്ത ഭാഗങ്ങളിൽ കയ്യിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കഴുത്തേൽ, മുഖത്ത് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് റിമൂവറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. മേക്കപ്പ് റിമൂവറിന് പറ്റിയൊരു പ്രൊഡക്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. മേക്കപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ഇത് ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലി സ്കിന്നിൻ്റെ ഇതൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓയിലി സ്കിന്നായവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നാരങ്ങ നീര്. അല്ലാത്തവർക്ക് ഈ പാൽപ്പാടയും കാപ്പിപ്പൊടിയും മാത്രം മതി. നല്ല യൂസ്ഫുള്ളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളുടെ കൈകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കതങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നന്നായിട്ട് അത് കഴുകി കളയാൻ പാടുള്ളൂ. കഴുകി കളയുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരും. ആ സമയത്ത് നമുക്കിത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ സ്കിന്നിലുള്ള ഓൾഡായിട്ട് കിടക്കുന്ന ഡെഡ് സെല്ലുകൾക്കൊക്കെ നല്ലൊരു നമ്മളുടെ സ്കിന്നൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഹായിക്കും. കണ്ടോ, ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഞാൻ വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ തേച്ച് കൊടുത്താൽ മതിയാകും. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നൊരു ടിപ്പാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഫീഡ്ബാക്കുകളൊക്കെ. ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണണം. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മളുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആകാനായിട്ട് നമുക്ക് സഹായിക്കും. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം റെമഡിയാണ്. നമ്മളുടെ സ്കിന്നൊക്കെ നല്ല വൈറ്റനിങ് ആകാനും അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഓയിലി സ്കിന്നുള്ളവർക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ നാരങ്ങ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ നാരങ്ങയുടെ നീരും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്കിൻ വൈറ്റനിങ് ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ, ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതിയാകും.
ഞാനിവിടെ നാരങ്ങാനീര് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കഴുകിക്കളയാം. നാരങ്ങ തേച്ചിട്ട് നിങ്ങൾക്ക് ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവേ. കണ്ടോ, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസൊക്കെ കാണാൻ വരുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.